ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ ആ വേർപാടിൻ്റെ വേദനകളുമായിട്ടൊരു ദിവസം ഞാൻ വീട്ടിലായിരുന്ന അവസരത്തിൽ ആ ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരികയായിരുന്നു. ഞാൻ വീട്ടിലായിരിക്കുന്ന അവസരത്തിൽ അമ്മച്ചി ഉള്ളപ്പോൾ ഞാൻ അമ്മച്ചിയുടെ കൂടെ തന്നെയാണ് എപ്പോഴും ഇരിക്കാറ്. പക്ഷേ ആ വേർപാടിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തനിയായിരുന്നപ്പോൾ ആ ഓർമ്മ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തികട്ടി വന്നു. അതെൻ്റെ വിരലുകളെ സ്പർശിച്ചു. അപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന ചില ഓർമ്മകളാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്തെങ്കിലും കുത്തിക്കുറിക്കുക എന്നുള്ളത് അമ്മയെക്കുറിച്ച്. ഇന്നത്തെ ലോകത്ത് ഒരമ്മ എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് എൻ്റെ അമ്മയുടെ ജീവിതം എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ഓർമ്മകൾ മനസ്സിൽ വേദനയായിട്ട് തിങ്ങി വരുമ്പോഴും അതെത്രത്തോളം നമ്മെ ആ ഓർമ്മയിൽ ജീവിക്കാനും ആ പകർന്നു തന്ന മാതൃകയിൽ മുന്നോട്ട് പോകാനും നമ്മെ പ്രേരിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു എന്ന ഒരു ചിന്തയാണ് ശക്തി പകരുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകണം എന്നൊരു ആഗ്രഹമാണ് അമ്മച്ചിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അവസരത്തിൽ ഒത്തിരിയേറെ സമയം അമ്മച്ചി പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കും. വ്യക്തിപരമായിട്ട് എപ്പോഴും കയ്യിൽ ജപമാല ഉണ്ടായിരിക്കും. രാവിലെ എപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ അതിലെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരോടും സ്നേഹാന്വേഷണങ്ങൾ അവരുടെ അന്വേഷിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ കൈ ഉയർത്തി അവരെ ആശീർവദിക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ചിരി തോന്നി. അപ്പം അമ്മച്ചി പറയുകയാണ്, ഇതിലെ പോകുന്നവരെല്ലാം, നമ്മുടെ അടുത്തൂടെ പോകുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം, അവർക്കൊന്നും ഒരു ആപത്തും ഉണ്ടാകരുത്, അവർക്ക് നന്മ വരണം. ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നന്മയിൽ ഒരാളെ എങ്ങനെ നയിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയായിരുന്നു അമ്മച്ചിയുടെ ജീവിതം. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും ആ അമ്മയുടെ മകനായി തന്നെ പിറക്കണം, ആ അമ്മ കാണിച്ചു തന്ന മാതൃകയിൽ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ചിന്തയാണ് ഇനിയും മുന്നോട്ടെന്നെ പ്രേരിപ്പിക്കുന്നത്. അമ്മച്ചിയില്ല എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിലും പക്ഷേ ജീവിക്കുന്ന ഓർമ്മകളായിട്ടെന്നും മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കും, പ്രവൃത്തിയിൽ അത് നിറഞ്ഞു നിൽക്കണം എന്ന് അതെപ്പോഴും എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളം കൊതിക്കുന്നു, ഉള്ളു തുടിക്കുന്നു, ആവിരിമാറിൽ തലയൊന്നു ചായ്ക്കാം, ആ സ്നേഹവായ്പിൻ ചൂടും ചൂരുമേറ്റുവാങ്ങി പൊന്നമ്മ തൻ മടിയിൽ തലയൊന്നു ചായ്ക്കുവാ. അമ്മേ നിന്നോർമ്മ തളർത്തുന്നു, താങ്ങുന്നു, വാരിപ്പുണരുന്ന പുൽകുന്നൊരാശ്ലേഷം. ഇനിയൊരോർമ്മയാ നെഞ്ചിലമരുന്നു, എരിയുന്ന തീയായി തിരിയായി ജ്വലിക്കുന്നു. അമ്മച്ചിയുടെ മൃതസംസ്കാര വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഓടിയെത്തി. എന്നെ കൈപിടിച്ച് ആദ്യമായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയത് അമ്മച്ചിയും എൻ്റെ അച്ചായനുമായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു വൈദികനായി കാണുക എന്നുള്ളത് അമ്മച്ചിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എന്നെ അൾത്താരയിലേക്ക് പിടിച്ചു നടത്തിയ ആ കൈകൾ, ആ അമ്മച്ചിയെ ഞാൻ ഇന്ന് വീണ്ടും ആ ദേവാലയത്തിലേക്ക് ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു. അമ്മച്ചിയുടെ ജീവിതമാണ് ഒരുപക്ഷെ ഒരു വൈദികനായി തീരാനും എന്നെ പ്രേരിപ്പിച്ചത്. ഒരു വൈദികനായിട്ട് ഇന്നും വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ജീവിത മാതൃകയിൽ തന്നെ അമ്മച്ചി കാണിച്ചിരുന്ന ആ മാതൃകയിൽ മറ്റുള്ളവർക്ക് നന്മ പകരുക. ആഴ്ചയിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, എല്ലാ ദിവസവും വിശുദ്ധ ബലി മുടക്കാത്ത അമ്മച്ചി. അങ്ങനെ വിശുദ്ധ കുർബാനയോടുള്ള അതീവമായ ഭക്തി അമ്മച്ചിക്കുണ്ടായിരുന്നു. രാവിലെ ഞങ്ങളെല്ലാവരെയും പ്രേരിപ്പിക്കും, മക്കളെല്ലാവരെയും വിളിച്ചിരുത്തി കുടുംബ പ്രാർത്ഥന ചെല്ലും രാവിലെ തന്നെ. അതിനുശേഷം കുർബാനയ്ക്കായിട്ട് പോകും, പ്രത്യേകിച്ച് എന്നെ കൂടെ കൊണ്ടുപോകും എല്ലാ ദിവസവും. അങ്ങനെ ആ ഒരു വിശുദ്ധ ബലിയോടുള്ള ആഴമായ ആ ഭക്തിയും ബന്ധവും അമ്മച്ചിക്കൊരു ഉത്തമ കുടുംബജീവിതം നയിക്കാൻ ശക്തി പകർന്നിരുന്നു. ജപമാല ചെല്ലുന്ന അമ്മച്ചി, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, ലീജിയൻ ഓഫ് മേരിയിലെ അംഗമായിരുന്ന അമ്മച്ചി,
ആ ഒരു ജപമാല ഭക്തി ഞങ്ങളും മക്കളിൽ എല്ലാവരിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റുമുള്ളവരിലേക്കും പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരി അമ്മച്ചിയുടെ ജീവിതം കാരണമായി. അതുകൊണ്ടാണ് എനിക്കും ആ ജപമാലയുടെ ശക്തി അനുഭവിച്ചറിയുവാനും ആ ജപമാലയുടെ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിലെ എല്ലാ വിധത്തിലുള്ള ആശ്രയവും അർപ്പിച്ചുകൊണ്ട് വൈദിക ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. സ്വർഗത്തിലായിരുന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാധ്യസ്ഥം വഹിക്കും. അമ്മച്ചി കാണിച്ചു തന്ന ആ ജീവിത മാതൃകകൾ ആ ഓർമ്മകളായി നിലനിൽക്കാതെ എൻ്റെ ചെയ്തികളിലൂടെ അത് ഇനിയും നിലനിൽക്കണം. ആ ചെയ്തികളിൽ മറ്റുള്ളവരിലേക്ക് അമ്മച്ചി ഇന്നും ജീവിക്കുന്ന ഒരു അവസ്ഥയായി മാറണം എന്നാണ് എനിക്ക് ആ തോന്നൽ നൽകിയത്. എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടത്തി പരമസ്നേഹത്തിൻ ത്യാഗത്തിനൾത്താരയിലേക്ക് ഇന്നാലയത്തിൽ ചേർക്കുന്നു ഞാനമ്മയെ. നിറയുന്ന കണ്ണും പിടയുന്ന നെഞ്ചുമായി എന്നമ്മയില്ല വീടും ലോകവും നീറുന്ന വേദന. നീ പഠിപ്പിച്ച സ്നേഹവും ത്യാഗവും നെഞ്ചിൽ തറയ്ക്കുന്നു. നിൻ ശ്വാസത്തിലെ ദൈവഭക്തിയും ആഴമാശ്രയവും നടത്തുന്നു, നയിക്കുന്നു നിൻ പാതയിലെന്നെന്നും. അണയുമൻ ശ്വാസത്തിൻ നാൾ വരെയും ജീവിക്കുമമ്മേ നീയൻ ചെയ്തികളിൽ. നിന്നോർമ്മ നയിക്കട്ടെ ഈ വഴിത്താരയിൽ. ഏവർക്കും അനുഗ്രഹമായി എന്നമ്മയെ പോലെ, എന്നമ്മയെ പോലെ.